ശബരിമലയിൽ ഒരു സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള രീതിയിൽ അതത്രയും വന്നിട്ടില്ല. ആദ്യം ഒരു വാർത്ത ഇങ്ങ് വെളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ബ്രേക്ക് ചെയ്ത ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസാണ്. അത് കഴിഞ്ഞ് എല്ലാ ചാനലുകളും ഉടനെ തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റെടുത്തെങ്കിലും ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസ് ഇതുപോലെ പറഞ്ഞു, ഇവിടുന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി നിയമവിരുദ്ധമായിട്ട് ഇവിടുത്തെ ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലകരുടെ പാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഒരാൾ വഴി നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അന്നേരം പറയുന്നില്ല, സ്വർണ്ണം പൂശാൻ എന്നുള്ള വ്യാജേന കൊണ്ടുപോയിട്ടുണ്ട്. അതിന് കോടതിയുടെ അനുവാദം വാങ്ങിയില്ല, ദേവസ്വം ബെഞ്ചിൻ്റെ അനുവാദം വാങ്ങിയില്ല എന്നുള്ള ന്യൂസ് ബ്രേക്ക് ചെയ്തു. ന്യൂസ് ബ്രേക്ക് ചെയ്തോടനെ വന്നു ആല്ലോ ഏഷ്യാനെറ്റിന് എതിരെ ഉള്ള ആരോപണങ്ങൾ. ഇത് മുഴുവൻ നിങ്ങൾ പറയുന്നത് മുഴുവൻ ഇവർ മുഴുവൻ കള്ള വാർത്തകളാണ്, ഇതെല്ലാം ഇങ്ങനെയൊന്നുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് വളരെ നല്ല കാര്യമായിട്ടാണ് നടന്നേക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന പോലൊന്നുമല്ല. ബാക്കി ചാനലുകളും യഥാർത്ഥത്തിൽ ഏഷ്യാനെതിരെ അന്നേരം വെല്ലുണ്ടി. പിന്നീടാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി അങ്ങോട്ട് മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 2025 ഈ സ്വർണ്ണപ്പാളികൾ ഇത്, അതായത് സ്വർണം പൊതിഞ്ഞ പാളികൾ, സ്വർണം പൂശിയ പാളികൾ, പൊതിഞ്ഞല്ല സ്വർണം പൂശിയ പാളികൾ, കാരണം സ്വർണം പൊതിഞ്ഞ പാളികളൊക്കെ പോയി, സ്വർണം പൂശിയ പാളികളെ ഇളക്കി കൊണ്ടുപോയത് ഈ PS പ്രശാന്ത്, അതായത് ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റൊക്കെ അറിയാവുന്ന കാര്യമാണെന്നും അപ്പോൾ അത് തെറ്റാണെന്നും ഒക്കെയുള്ള വാർത്ത അതായത് ശരിയായ പ്രവൃത്തിയല്ലെന്ന് വന്നു ഒക്കെ വാർത്ത പതുക്കെ വന്നു. അപ്പോഴത്തേക്ക് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇത് ഏറ്റെടുത്തിട്ട് അവർ ചോദിച്ചു, ആരുടെ അനുവാദത്തോടു കൂടി കൊണ്ടുപോയി മര്യാദയ്ക്ക് ഈ സാധനം തിരിച്ചു ഇവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു. ഇത് വന്നപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, ഇത് ഇളക്കി കൊണ്ടുപോയി അവസാനം അത് സ്വർണം പൂശിയതാണെന്നും പറഞ്ഞ് തിരിച്ചു ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ മാധ്യമങ്ങൾ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ വെളിയിലേക്ക് വന്നതാണ്. അതാ ഞാൻ പറഞ്ഞ ഈ വിലയേറിയ കരുക്കളെ രക്ഷിക്കാനായിട്ട് ചെസ്സിൽ ഈ പോൺ ഏറ്റവും ചെറിയ കരുക്കളെ ഇട്ട് കൊടുക്കും. അതിനെ വെട്ടിയാൽ അതിനെ കയറി വെട്ടുമ്പോൾ സാരമില്ല, വലിയ കരുക്കൾ രക്ഷപ്പെടും, അതിനുവേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി വെളിയിലോട്ട് ഇട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, ഞാൻ ഈ ദ്വാരപാലകർക്ക് വേണ്ടിയുള്ള പീഠങ്ങൾ അത് ശരിയാക്കിയതിൽ ഒരു പീഠം അധികമായിട്ട് ഉണ്ടാക്കി കൊടുത്തു, അത് കാണാനില്ല എന്ന് പറഞ്ഞു. ഉടനെ ബാക്കി പറഞ്ഞു കാണാൻ. ഉടനെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു, ന്യൂസ് വന്നു. അതെവിടെ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അത് ഉണ്ട്, ഇവിടെ ഉള്ളതെല്ലാം സ്ട്രോങ് റൂമിലുണ്ട്, എല്ലാം ശബരിമലയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ടുള്ള വാർത്തകളും അത് ഡിഫെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞാണ് പതുക്കെ അന്നേരം ഹൈക്കോടതി ഇത് ദേവസ്വം വിജിലൻസിനോട് ഇത് രഹസ്യമായെന്ന് അന്വേഷിച്ച റിപ്പോർട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞത് മുഴുവൻ കള്ളമാണിത്. അതാ പറഞ്ഞ ആദ്യം മുതലായുള്ള കള്ളം പറയുകയാണ്. ഇവർക്കൊന്നും അറിയാൻ വയ്യാത്തല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കള്ളം പറഞ്ഞതാണ്. അയാൾ ഇത് ഇവിടെ ഇല്ല, നേരെ മറിച്ച് അയാളുടെ സഹായിയായ ഒരു വാസുദേവൻ ഉണ്ട്, വാസുദേവൻ പോറ്റി. ഈ വാസുദേവൻ പോറ്റി കൂടെ ചേർന്ന് ഇത് കൊണ്ടുപോയി. അത് കൊണ്ടുപോയതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ സാധനം കണ്ടെടുക്കുകയാണ്. അതാണ് സംഭവം. അത് എന്നിട്ട് ഒന്നും അറിയാൻ വയ്യ. അതിനൊക്കെ പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാൻ വയ്യാത്ത മട്ടിലാണ്. ഇവൻ ആദ്യം മുതൽ കള്ളം പറയുകയാണ്. ഇത് പോറ്റി നീളെ പറയാനേ പറ്റുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നതാണ്. പറഞ്ഞെന്താ, അത് വീട്ടിൽ കൊണ്ടുവന്നു. അയാളുടെ തള്ളയും ഇവർ കുടുംബപരമായിട്ട് ഇതുപോലെ കള്ളമാണ് പറയുന്നത്. ഇവൻ്റെ തള്ള പറഞ്ഞതെന്താ, അതിൻ്റെ അമ്മ പറഞ്ഞത്, അത് ഈ വാസുവിനോട് കൊണ്ടുവന്ന് ഇത് ഇവിടെ ഒന്ന് വെക്കണം, അയ്യോ അത് പറ്റിയല്ല, അത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയെന്നും അത് കഴിഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനം എടുത്ത് പെങ്ങളുടെ വീട്ടിൽ, സഹോദരിയുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തെന്നും ഒക്കെയാണ് ഉള്ള ഭാഷ്യം വന്നത്. അപ്പോഴും തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതുമായിട്ടുള്ള ബന്ധം. മാധ്യമങ്ങളാണ് ഒരുപാട് ബ്രേക്ക് ചെയ്തത്, സത്യമാണ്. പിന്നെ അങ്ങോട്ട് തുടങ്ങി. ഇത് 2019 ഇത് മുഴുവനായിട്ട് അഴിച്ചു മാറ്റി ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കട്ടളപ്പാളി അന്ന് വരുന്നില്ല. ആദ്യം
ഇത് ദ്വാരപാലകരുടെ പാളികൾ മാത്രമേ ഉള്ളൂ. അതിൽ ആ ചെമ്പ് പാളിയിൽ പൊതിഞ്ഞ് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ അഴിച്ചുകൊണ്ട് പോയി. അപ്പം ഉടനെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ വാദം വരുന്നു, ഞങ്ങൾ ഈ സ്വർണം പൊതിഞ്ഞതോ സ്വർണം പിന്നെ പൂശിയതുമായിട്ടുള്ള ഒരു സാധനവും ഇവിടെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ അങ്ങ് വിളിച്ചു പറയുകയാണ്. ഇവനെ എല്ലാം കള്ളന്മാരാണ് മുഴുവൻ. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാൾ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി, അയാൾ അവിടെ ഇത് ഉരുക്കിയിട്ടുണ്ട്. ഇത് ഉരുക്കി സ്വർണം ഇവിടെ കൊണ്ടുവന്നു. അതൊക്കെ ഈ പോറ്റി വഴി കിട്ടുന്ന ന്യൂസാണ്. ഇത് മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഈ സ്വർണം ക്ലാഡ് ചെയ്ത സ്വർണം പൊതിഞ്ഞ ഈ പാളികളെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറിജിനൽ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അതിനകത്ത് പിന്നെ പൂശിയിട്ടുമില്ല. ആ ചെമ്പ് പാളികൾ മുഴുവൻ പോയി. ഇത്രയും വലിയ ആൻറ്റിക് വാല്യൂ, ഡിവൈൻ വാല്യൂ ഉള്ള സാധനം, ഓരോ പാളികൾ ഓരോ ഭാഗങ്ങളാണ്. ആ ഓരോ ഭാഗങ്ങൾക്കും 500 കണക്കിന് കോടി രൂപ വില വരുന്നതാണ്. ഇത് മുഴുവൻ ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്. അതുപോലെ കട്ടളപ്പടി, ഇതിൻ്റെ കട്ടളയിലെ ആ പാളികൾ അത് മുഴുവൻ ഇതേപോലെ കടത്തിയിട്ട് എല്ലാം മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റാണ് തിരിച്ചുകൊണ്ട് വന്നേക്കുന്നത്. സ്വർണം പൂശി കൊണ്ടുവച്ചേക്കാണ്. അത് അയ്യപ്പൻ്റെ അവിടെ ഏത് സാധനം ഇരുന്നാലും ശരി, അതിന് അതിൻ്റേതായ മൂല്യമുണ്ട്. അതാണ് വീണ്ടും വീണ്ടും അഴിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഇത് ഇവിടെ നിന്ന് ശബരിമലയിലെയാണ് എന്ന് പറഞ്ഞ് ഒരു തവണ വിൽക്കുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും വിൽക്കാം. അതാണ് ഈ പോറ്റി വഴി വീണ്ടും ശ്രമിച്ചതും ഈ 2025 വീണ്ടും ഇത് രഹസ്യമായിട്ട് അഴിച്ചുകൊണ്ട് പോയതും. അത് PS പ്രശാന്തിന് അറിയാൻ വയ്യ ഒന്നുമല്ല. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ, ഇപ്പോൾ അയാൾ മെമ്പറല്ല, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോൾ അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല. ഇനി ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്നറിയോ? ബാക്കി ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അതിൻ്റെ കൂടെ വിജയകുമാർ എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ, അയാളെ അറസ്റ്റ് ചെയ്തു. കാരണം ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇയാൾ സിഗ്നറ്ററിയാണ് അതിൽ, ഈ കൊടുത്തയച്ച പിന്നെ ആ അനുമതി പത്രത്തിൽ. അതേപോലെ ശങ്കർദാസ് എന്ന് പറയുന്ന അന്നത്തെ മറ്റൊരു ബോർഡ് മെമ്പർ, ഇവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തില്ല. പിന്നെ വിജയകുമാറിനെ ഇപ്പോൾ അങ്ങ് അറസ്റ്റ് ചെയ്തു 2 ദിവസം മുമ്പ്. പിന്നെ ശങ്കർദാസ് വളരെ വലിയ ട്രീറ്റ്മെൻറ്റിലും ചികിത്സയിലുമാണ്, അയാളെ തൊട്ടാച്ചത്തവും എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പരസ്യമാണ്. കാരണം എന്താ? കേരള പോലീസിൽ ഇന്നുള്ള വളരെ ഉന്നത ഒരു ഉദ്യോഗസ്ഥൻ്റെ അച്ഛനാണ് അയാൾ. അതാണ് പ്രശ്നം. വേറെ പ്രശ്നമൊന്നും അയക്കില്ല. അയാളുടെ അസുഖത്തിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് പോലീസുകാർക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, ചെയ്യത്തില്ല. ഇതാണ് കാരണം, അല്ലാതെ വേറൊന്നുമില്ല. ഇനി ഇതിവിടെ കൊണ്ട് ഒരു ബെഞ്ച്, ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച്, ഒരു സിംഗിൾ ബെഞ്ച് എൻ്റെ നിശ്ചിതമായ വിമർശനം ഉണ്ടായി. ഈ അന്വേഷണം, പത്മകുമാറിൻ്റെ അന്വേഷണം അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ മുരടിച്ചു പോയി, മരവിച്ചു. എന്താ കാര്യം? ഇങ്ങനെയാണോ വേണ്ടത്? ഇതിൻ്റെ ബാക്കി ഉന്നതരിലേക്ക് ഇത് അന്വേഷണം എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ കോടതി ചോദിച്ചു. അപ്പോൾ കോടതിക്ക് യഥാർത്ഥത്തിൽ ഇത് ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവും. അരിയാഹാരം കഴിക്കാവുന്ന ഏത് മലയാളികൾക്കും അറിയാം, ഈ ദേവസ്വം മന്ത്രി അറിയാതെ ഇത് വരികയില്ല. മാത്രമല്ല, ദേവസ്വം മന്ത്രിയുടെ ഒരു 2-3 പ്രോഗ്രാമിൽ ദേവസ്വം മന്ത്രി തന്നെ വിളിച്ച് ഉണ്ണികൃഷ്ണൻ പോയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം മന്ത്രി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് എന്താ ബന്ധം? അത് അന്വേഷിച്ച് വരേണ്ട കാര്യമല്ലേ? അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന വാർത്ത എന്താണെന്നറിയോ? ഇത് കഴിഞ്ഞ് ഡി മണിയിലേക്ക് അന്വേഷണം ചെന്നു. ഡി മണി അവസാനം ലൊക്കേറ്റ് ചെയ്തു, ആളിനെ മനസ്സിലായി ആരാണ് എന്നൊക്കെ ആയി. അയാളെ ഇപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അയാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അയാളും പറയുന്ന മുഴുവൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ വഴിവെച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു വെളിപ്പെടുത്തലാണ്. അദ്ദേഹം പോയി മൊഴി കൊടുത്തു, ഒരു വ്യവസായി പറഞ്ഞ വിവരങ്ങളൊക്കെ വെളിവാക്കി. ഇതെല്ലാം കഴിഞ്ഞു, വ്യവസായി വിളിച്ചു, സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. അവസാനം ഡി മണിയിലേക്ക് അന്വേഷണം ചെന്നു. ഡി മണിയെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഡി മണിയുടെ ഫോൺ നമ്പർ എന്നൊക്കെ പറയുന്നത്. ഡി മണിയുടെ ഒരു സുഹൃത്ത് ഒരു ബാലമുരുകൻ, അയാൾക്ക് 3 ഫോണുള്ളത് 3 പേരുടേതാണ്, അയാളതല്ല. മുഴുവൻ ഒരു ഷാഡോ ആണ് അതിനകത്തെല്ലാം. അപ്പോൾ അയാളെ ഡി മണിയെ ഇന്നിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനിടയിൽ നമ്മൾ ആരും അറിയാതെ പോയൊരു വാർത്ത വന്നു, വളരെ രഹസ്യമായിട്ടാണ്. ഈ SIT 2 പേരെ ക്വസ്റ്റ്യൻ ചെയ്തു. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു, ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് ഈ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ശനിയാഴ്ച PS പ്രശാന്തിനെ ചോദ്യം ചെയ്ത് മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതെ ഏറ്റവും അതിൻ്റെ പ്രധാനമായ വാർത്ത,
കടകംപള്ളി സുരേന്ദ്രനെ 2 മണിക്കൂർ ശനിയാഴ്ച ചോദ്യം ചെയ്ത് അയാളുടെ മൊഴിയൊക്കെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. ഇവർ ഇതുവരെ ഇന്ന് വരെയുള്ള ചരിത്രം എന്ന് പറയുന്ന ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നവരെയെല്ലാം, സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തേക്കുന്നവരെയെല്ലാം സബ്സിക്വൻ്റായിട്ട് പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന ഒരു പതിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒന്നുകിൽ ഇനിയിപ്പോൾ വന്ന ഒരു 2 ആഴ്ചക്കകത്ത് ഇൻവെസ്റ്റിഗേഷൻ തീർത്തോണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒന്നുകിൽ ഇത് ഞങ്ങളെല്ലാം ചെയ്തു എന്ന് വരുത്തി തീർക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു, എല്ലാമായി, ഒരു കുഴപ്പം ഇവരുടെ കയ്യിലില്ല എന്നൊക്കെ പറയണം. അതല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകണം. ഇതാണ് കാര്യം വരുന്നത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും ഈ പോറ്റിയുമായിട്ട് വളരെ നല്ല ബന്ധങ്ങളുണ്ട് എന്നുള്ള വിവരം SITക്കുണ്ട്. SITക്ക് മാത്രമല്ല, എല്ലാവർക്കും അറിയാം ആ ഒരു കാര്യം. കാരണം പല പ്രോഗ്രാമുകളിൽ അവരൊന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. പലതിൻ്റെ സ്പോൺസർഷിപ്പ് എല്ലാം പോറ്റിക്കാണ്, പല കാര്യങ്ങളുടെയും. ഇനി അത് പൊക്കോട്ടെ. ഇനി എന്തായാലും ശരി, നമുക്ക് നോക്കാം. PS പ്രശാന്ത്, അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പഴയ കൊള്ളകളുണ്ടല്ലോ, അത് മറയ്ക്കാനാണ് ഈ പുതിയതായിട്ട് കൊടുത്തയച്ചെന്ന് ഹൈക്കോടതി പറയുന്നു. ഞാൻ പറയുന്നു അത് മാത്രമല്ല, ഇപ്പോഴും ഈ പാളികൾ ഇളക്കിക്കൊണ്ടുപോയാൽ ആൻറ്റിക് വാല്യൂ ഇപ്പോഴും അതിനുണ്ട്. കാരണം ശബരിമല അയ്യപ്പൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വത്തുകളാണിത്. അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അതിന് എത്ര പഴക്കമുണ്ടെന്നുള്ളത് മാത്രമല്ല പ്രശ്നം, ആ ഡിവൈൻ വാല്യൂ നമുക്ക് തിട്ടപ്പെടുത്താൻ ഒക്കത്തില്ല. അവിടെ ഇരുന്നതാണ് ആണ്ടെ അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേക്കുന്ന സാധനമാണ്. ഇത് കൊടുക്കാം, ആര് വാങ്ങിച്ചു വെക്കും? പണമുള്ള ഇഷ്ടംപോലെ വലിയ കോടീശ്വരന്മാരുണ്ട്, അവർ വാങ്ങിച്ച് ഷോക്കേസ് വെക്കും. എന്തൊക്കെ സാധനങ്ങൾ ശബരിമലയിലെ പല പണക്കാരുടെയും ഷോക്കേസുകൾ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ തെളിയേണ്ടത്. SITയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവർക്ക് ഇതുവരെ ഇതിലെ കൊള്ള മുതൽ വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് പ്രശ്നം. ഇത് അനങ്ങാതെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിച്ച് ഏതെങ്കിലും ഒരുത്തൻ ജാമ്യത്തിൽ ഇറങ്ങും. ഒരുത്തൻ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്തവൻ ഇറങ്ങും, പിന്നെ അടുത്തവൻ ഇറങ്ങും. അപ്പം പിന്നെ വരുന്നവന്, ഇനി പിന്നെ അന്വേഷണത്തിന് പോകേണ്ടവനെ എല്ലാം ഇത്രയും പ്രതികൾ ഇറങ്ങിയല്ലേ, അതുകൊണ്ട് മുൻകൂർ ജാമ്യം. ഈ ഉദ്ദേശമാണ്. ഈ ഉദ്ദേശം നടക്കരുത്. ഇതിൽ ഹൈക്കോടതി ശക്തമായിട്ട് ഇടപെടുന്നത് കൊണ്ട് മാത്രം ഇത് വന്നതാണ്. ഇല്ലെങ്കിൽ ഇതിൽ അന്വേഷണം ഒന്നും നടക്കത്തില്ല. നേരത്തെ ഏതെങ്കിലും 2-3 ദേവസ്വം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണം അവരുടെ മണ്ടയിൽ ഇത് കെട്ടിവെക്കും, എന്നിട്ട് അതങ്ങ് തീർത്തേനെ. പക്ഷേ ഇതിപ്പം നടക്കുന്നില്ല. ഏതായാലും ഇത് ഈ കൂടുതൽ ആളുകളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് ഇത് പോകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് വരണം, അങ്ങനെ വരണം.